الشيطان الرجيم. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا فإن تصبروا وتتقوا فإن ذلك من عزم الأمور. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും അവൻ തൃപ്തിപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊരുത്തപ്പെടുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അനുകൂലമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രോഗികളും അശരണരും ആലംബരുമായവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരുടെയും നമ്മുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു എത്രയും വേഗം ഷിഫയാക്കി ആഫിയത്തും ആരോഗ്യവും സലാമത്തും നൽകി അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹപ്രവർത്തകർ, സഹയാത്രികർ, സഹപാഠികർ, അല്ലാഹു തആല അവരുടെ ഖബറിടം സ്വർഗമാക്കുമാറാകട്ടെ. നമ്മയും അവരെയും ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന് നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ദിവസങ്ങളിൽ നമ്മളോട് ഉപദേശിച്ചത്. കൂടുതലും ആ ഉപദേശങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. റസൂലുള്ളാഹി തങ്ങളുടെ ഒരു വഫാത്ത് പറഞ്ഞു തീർക്കലല്ല ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടോ, ഒരു മണിക്കൂർ കൊണ്ടോ, 2 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാം. പക്ഷേ ആ വഫാത്തിന് മുന്നോടിയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകൾ, ആ അമാനത്തുകളെല്ലാം എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി ഈ സമുദായത്തോട് റസൂലുള്ളാഹി പറയുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ചിങ്ങനെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് അത് മനസ്സിലാകും. അള്ളാന്റെ റസൂൽ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. ഇനി നമുക്കൊരു ഗുരുനാഥനില്ല, ഇനി ഒരു പ്രവാചകനുമില്ല, ഇനി നമ്മളെ ഉപദേശിക്കാനും ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്റെ ഉപദേശമാണ്, ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം, നിസാരമായി കാണരുത് എന്ന് അള്ളാഹു അറിയിച്ചിട്ടാണ്, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടാണ് ഓരോ സെക്ഷനിലും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നത്. ഓരോരോ സാഹചര്യം അനുസരിച്ച് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനാണ്. കാരണം ഇനി നാളെ പറയരുതല്ലോ, നാളെ പറയരുത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞത് ഇനി മറന്നു പോകാതിരിക്കാൻ വീണ്ടും ഒന്നുകൂടി അവസാന സമയം വരെ, വഫാത്തിന്റെ സമയം വരെയും റസൂലുള്ളാഹി തങ്ങളുടെ ചുണ്ട് ചലിച്ചു കൊണ്ടിരുന്നത് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അതാദ്യം ചിന്തിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മദ്ഹ് ചെയ്യാൻ ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. മദ്ഹ് ചെയ്യും, പുകഴ്ത്തി പാടും. പാട്ട് തന്നെ ഇപ്പോൾ ഒരു ഹരമായി മാറി റസൂലുള്ളാഹിയുടെ പേരിൽ.
മ്യൂസിക് ഹറാമാണെന്ന് വാദിച്ചു കൊണ്ടിരുന്നവരല്ല ഇപ്പം ആ മ്യൂസിക്കോട് കൂടി തന്നെ നബി തങ്ങളുടെ മദ്ഹ് പാടുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഹലാലും ഹറാമും കൂടെ കൂട്ടി കലർത്തിക്കൊണ്ടുള്ള മദ്ഹുകളായി ഇപ്പം. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഉലമാക്കൾക്ക് ചർച്ചയില്ലാത്ത അവസ്ഥയായി. അതെല്ലാം ഒരു ഹലാലായ ഒരു മട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അവിടെയും മദ്ഹ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹാണ്. നബി തങ്ങളെ മദ്ഹ് ചെയ്യണം, കുഴപ്പമില്ല. ആ മദ്ഹുകൾ മാത്രം നമ്മൾ അങ്ങനെ പുകഴ്ത്തി നമ്മൾ ജീവിച്ചാൽ മതിയോ? റസൂലുള്ള തങ്ങൾ പറഞ്ഞത്, നബി തങ്ങളുടെ ജീവിതത്തിൽ ഈ ഉമ്മത്തിനോട് ഉപദേശിച്ച ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഈ മദ്ഹുകളിലൂടെ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് അള്ളാഹുവിനേക്കാളും സ്ഥാനം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവസ്ഥയിലേക്ക് ഇതൊന്നും ഞാൻ അങ്ങോട്ടേക്കൊന്നും ഞാൻ കയറുന്നില്ല, അറിയാൽ എന്നെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടയില്ല. ആ ഹാലിലേക്ക് എത്തി. ഔലിയാക്കളെ പുകഴ്ത്തി അള്ളാഹിന്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഔലിയാക്കൾ മതിയെന്നായി, അള്ളാഹിന്റെ ആവശ്യമില്ല. ആ അവസ്ഥയിലേക്ക് ഒരു പാട്ടെത്തി. അതും വലിയ പാട്ട്. അത് ഈ ഉമ്മത്തുകൾ കേട്ട് അതും ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതിലൂടെ വരുന്ന ഷിർക്കുകളും കുഫറുകളും ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല ഈ ഉമ്മത്തുകൾ. അല്ലാഹു അലം. പാട്ട് ഒരാളെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായി അങ്ങോട്ട് പുകഴ്ത്തലല്ല വേണ്ടത്. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഓരോ മന്ത്രി അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ ഓരോ ആളുകളെ, ഇവിടുത്തെ VIP കളൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തും. ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ആരാ ഈ ആരാധ്യൻ? അവർക്ക് എന്ത് ആരാധന അർപ്പിക്കാനാണ്? അവരെയൊന്നും ആരാധിക്കൽ നമ്മുടെ ഡ്യൂട്ടിയല്ല. അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടാവിനെ ഈ ലോകത്ത് ഒരു ശക്തിയെ നമുക്ക് ആരാധിക്കാൻ അവകാശമില്ല. ഒരു വ്യക്തി പൂജ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അവന്റെ മുന്നിൽ പോയി കുനിയുക, അവന്റെ മുന്നിൽ പോയി നമ്രശരസ്കനാവുക, അവന് പോയി സുജൂദ് ചെയ്യുക. പക്ഷെ വലിയ ഒരു നേതാവ് അല്ലെങ്കിൽ നാടിന്റെ ഒരു പ്രമുഖൻ വരുമ്പോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ രാജ്യത്തിന്റെ കിരീടാവകാശി എന്നിരിക്കട്ടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നിരിക്കട്ടെ, വരുമ്പോ അവരുടെ മുന്നിൽ പോയി നമ്രശിരസ്കരാവുക എന്ന് പറഞ്ഞാൽ മുഅ്മിനിനെ അപേക്ഷിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റൂല. അത് അള്ളാന്റെ മുന്നിലല്ലാതെ ഈ സുജൂദ് വേറെ അള്ളാഹു അംഗീകരിക്കാത്ത കാര്യമാണ്. അപ്പൊ ഈ പൂജ കൂടി അള്ളാഹെ കാട്ടിലും ഈ മഖ്ലൂക്കുകൾക്ക്, സൃഷ്ടികൾക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നഊദു ബില്ലാഹ് എത്തിപ്പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇരിക്കുന്ന മജ്ലിസിൽ സ്വഹാബാക്കൾ നബിതങ്ങളെ പുകഴ്ത്തിയപ്പോൾ, നിങ്ങൾ യഹൂദി നസ്രാണികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ നിൽക്കണ്ട. ഒരാളെ അനാവശ്യമായി പുകഴ്ത്തുന്നത് കണ്ടാൽ അവന്റെ വായിൽ മണ്ണ് വാരിയിട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ചില ആളുകൾക്ക് ചിലരെ പുകഴ്ത്തുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പൊക്കി കൊടുക്കണം. അല്ലാഹു അക്ബർ. അതിലെന്തോ വലിയ ഒരു കാര്യമുള്ളത് പോലെയാണ്. പടച്ചവൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പുകഴ്ത്താനും ആവശ്യത്തിന് എല്ലാം മിതമായ നിലയിൽ സബീല, എല്ലാ കാര്യത്തിനും നമുക്ക് മിതമായ ഒരു മാർഗം നമ്മൾ കണ്ടെത്തുക. മിതമായ മാന്യമായ നിലയിൽ ഇസ്ലാമിക ശരീഅത്തിന് ഖിലാഫല്ലാത്ത, അതിനെതിരായി വരാത്ത നിലയിലുള്ള മദ്ഹുകളൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു അതിര് കടന്നു പോകുന്നു എന്ന് ചില പാട്ടുകളിലൂടെയും ചില ആളുകളുടെ പ്രവർത്തനത്തിലൂടെയും നമുക്ക് തോന്നിപ്പോവുകയാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. യഹൂദി നസ്രാണികൾ ഖബറുകൾ അവർ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ ഖബർ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, അവർ അമ്പിയാക്കളുടെ ഖബറുകളെല്ലാം ആരാധനാലയങ്ങളാക്കി മാറ്റി. നിങ്ങൾ അതുപോലെ എന്റെ ഖബറും ആരാധനാലയമാക്കി മാറ്റരുത് എന്ന് ഹബീബുന ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്ത് അവിടെ റൗളയിൽ നമസ്കരിച്ച് നമുക്ക് ദുആ ചെയ്യാം. അവിടെ ആരാധന പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ, അതുണ്ടാകാതിരിക്കാൻ നബി തങ്ങൾ നേരത്തെ അത് പറഞ്ഞു പോയി. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്നു, വഫാത്തിനോട് അടുത്ത സമയം, രോഗത്തിന് നബിതങ്ങൾക്ക് വഫാത്തിനോട് മുമ്പ് രോഗം തുടങ്ങുന്നതിന്റെ അവസാനത്തെ പ്രഭാഷണമാണ് ഈ ഉഹദിൽ നിന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രഭാഷണം. ഇതൊക്കെ നമുക്ക് പാഠമാണ്. അതിനാണ് ഞാൻ ഈ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളെ മരിപ്പിക്കലല്ല, റസൂലുള്ളാഹികളെ വഫാത്താക്കലല്ല നമ്മുടെ ലക്ഷ്യം.
ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനോട് അനുബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ അതെന്തൊക്കെയാണ്? അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നീട് മറന്നുപോകും. അങ്ങനെ മറന്നു പോകാതിരിക്കാനാണ് വീണ്ടും റസൂലുള്ള ആവർത്തിച്ച് ഓരോ വിഷയങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫറിന്റെ മധ്യത്തോടുകൂടി, സഫർ മാസത്തിന്റെ മധ്യത്തോടുകൂടി, റബീഉൽ അവ്വൽ ആണല്ലോ റസൂലുള്ള വഫാത്താകുന്നത്. അപ്പൊ ആ സഫറിന്റെ മധ്യത്തോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കളുടെ അരികിലേക്ക് പോയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ഫസല്ല അല ശുഹദായി കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. അതായത് ജീവിച്ചിരിക്കുന്നവരോട് എങ്ങനെ വിടവാങ്ങും, ജീവിച്ചിരിക്കുന്നവരോട് എങ്ങനെ നമ്മളൊരു വിടവാങ്ങൽ സലാം, ഒരു പ്രസംഗം നടത്തുന്നത് പോലെ നബീന റസൂലുള്ളാഹി തങ്ങള് ശുഹദാക്കളായി മരിച്ചു കിടക്കുന്നവരുടെ ഖബറിന്റെ അടുക്കൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിടവാങ്ങൽ ദുആ, ഒരു സലാത്ത് എന്ന് പറയുന്ന പോലെ, ഒരു സലാം പറയുന്ന പോലെ, കൽ മുവദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. സുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് മിമ്പറിൽ കയറി. എന്നിട്ട് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ മുമ്പേ പോവുകയാണ് കേട്ടോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിമ്പറിൽ കയറി നബിയുന റസൂൽ തങ്ങൾ പറഞ്ഞു, ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ മുമ്പേ പോവുകയാണ്. വ അന ഷഹീദുൻ അലൈക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ മേൽ ഞാൻ സാക്ഷ്യമാണ്. നിങ്ങൾ എൻ്റെ ഉമ്മത്തികളാണ്, ഞാൻ അതിൽ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കും എന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഉഅ്തീതു മഫാത്തിഹ ഖസാഇനിൽ അർള്, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോൽ അള്ളാഹു എൻ്റെ കൈകളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ ഖജനാവ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഭൂമിയിൽ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഉഹദ് സ്വർണമാക്കി തരട്ടെ, ഉഹദ് മല സ്വർണമാക്കി തരട്ടെ എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂല് വേണ്ട എന്നാണ് പറഞ്ഞത്. അത്രത്തോളം അള്ളാഹു തആല ഭൂമിയുടെ എല്ലാ ഖജനാവിന്റെ താക്കോലും നബിതങ്ങളുടെ കൈകളിൽ കൊടുത്തു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്, അതല്ല എനിക്ക് വലുത്. ഖസാനയുടെ താക്കോൽ റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ചു. പക്ഷെ അതിനോടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം, ആഗ്രഹം. ഇത് അള്ളാഹുവിന്റെ റസൂൽ നമുക്കത് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ ഭൂമിയുടെ അലങ്കാരങ്ങൾ? ഇന്ന മിമ്മ അഖാഫു അലൈക്കും മാ യഫ്തഹില്ലാഹു അലൈക്കും മിൻ സഹ്റത്തി ദുനിയ വസീനതിഹ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. എനിക്ക് നിങ്ങളെ ഭയം ഏറ്റവും കൂടുതൽ ഈ ഭൂമിയുടെ ആഡംബരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിൽ അള്ളാഹ് ഏൽപ്പിച്ച് അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു തന്ന് അതിൽ നിങ്ങൾ വിരാജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് എനിക്ക് ഭയം. റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്, എനിക്കതാണ് ഭയം. നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു സാമ്പത്തികമായി ഭയങ്കരമായ വിശാലതകൾ നൽകുമോ എന്നാണ് എൻ്റെ പേടി. അല്ല, നിങ്ങൾ ദാരിദ്ര്യത്തിൽപ്പെട്ട് നിങ്ങൾ ചത്തുപോകും, നശിച്ചു പോകും എന്നെനിക്ക് പേടിയില്ല. നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് പേടിയില്ല. സാമ്പത്തികമായ നിലയിൽ ഭയങ്കരമായി അള്ളാഹു നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തി നിങ്ങളെ പടച്ച തമ്പുരാൻ പരീക്ഷിക്കുമോ എന്ന് പേടി. സമ്പത്ത് കൂടുമ്പോൾ അതിനർത്ഥം പരീക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹബീബായി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇതാണ് വഫാത്ത് റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹിയുടെ വഫാത്ത് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് നമുക്ക് പ്രസംഗിച്ച് തീർക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പ്, വഫാത്തിന് മുമ്പ് വന്ന ആ സംഭവങ്ങളും ആ ഉപദേശങ്ങളുമാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പാഠം. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവലല്ല വിഷയം. വഹുവ ഫീ ഖബ്രിഹി ഹയ്യുൻ, നബി തങ്ങൾ അവിടുത്തെ ഖബറിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് നമ്മളിവിടെ നിന്ന് ഈ മണക്കാട് മെമ്പറിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഏത് ദിക്കിൽ കോണിൽ നിന്നൊരു സ്വലാത്ത് ചൊല്ലിയാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്വലാത്ത് ചൊല്ലുന്നത്.
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് മക്കളെ പാപ്പ വിളിച്ചിട്ട് ഉപദേശിക്കുന്ന പോലെ, മക്കളെ ഞാൻ പോവാണ്, ഇത്രയൊക്കെ നാളെ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, നീ അതൊക്കെ സൂക്ഷിക്കണം, അവരെ സൂക്ഷിക്കണം, ഇവരെ സൂക്ഷിക്കണം, ആ വീട് സൂക്ഷിക്കണം, ഈ കട നീ സൂക്ഷിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചതുപോലെ മക്കളോട് വാപ്പ ഉപദേശിച്ചു കൊടുക്കാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ ഉപദേശിക്കാൻ. നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു കുറവുണ്ടാവില്ല, സാമ്പത്തികമായി അള്ളാഹു നിങ്ങൾക്ക് ധാരാളം തരും. എനിക്കതാണ് പേടി, ആ സമ്പത്തിന്റെ മടിത്തട്ടിൽ നിങ്ങൾ വിരാജിക്കുമ്പം അള്ളാഹുവിനെ നിങ്ങൾ മറന്നു പോകുന്നു. അതാണ് എനിക്ക് പേടി. ഇന്ന മിമ്മ അഖാഫു അലൈക്കും മാ യഫ്തഹു ലക്കും മിൻ സഹറത്തി ദുനിയ വസീനതിഹാ. ദുനിയാവിന്റെ അലങ്കാരവും ആർഭാടവും നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ എന്നിട്ട് പറഞ്ഞത്, എൻ്റെ കയ്യിലായിരുന്നു ഭൂമിയുടെ ഖജനാവ്. ഉഅ്തീതു മഫാതീഹ ഖസായിനിൽ അർള്. ഭൂമിയുടെ ഖജനാവിന്റെ താക്കോൽ അല്ലാഹ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്. പക്ഷെ എനിക്ക് അതിനോട് വലിയ ആർഭാടവും ആഡംബരവും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഉമ്മത്തിന് ഈ ഭാവിയിൽ അതിനു വേണ്ടിയിട്ടായിരിക്കും അടിയുണ്ടാക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അതാണ്. അതിന്റെ പേരിലായിരിക്കും നിങ്ങൾ ഇനി ഒരു യുദ്ധമുണ്ടാവുക. അധികാരത്തിന് വേണ്ടിയിട്ടും ഈ സമ്പത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ആയിരിക്കും. എനിക്കതാണ് ഭയം. അതുകൊണ്ട് ഞാൻ മുന്നേ പോവുകയാണ്. ഞാൻ എല്ലാം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അന ഷഹീദുൻ അലൈക്കും, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം ഉപദേശിച്ചിട്ട് നേരെ ജന്നത്തുൽ ബഖീഇലേക്ക് പോയി. ബഖീഉൽ ഗർഖദ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുക. നമ്മളൊക്കെ പറഞ്ഞ് ജന്നത്തുൽ ബഖീ എന്നാക്കി. എന്തായാലും ബഖീഉൽ ഗർഖദ് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അറബി പേര്. ബഖീ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, 10,000 സ്വഹാബാക്കൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചാരത്ത്, ആ ഓരത്ത് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ അവിടേക്ക് പോയി സലാം പറയുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ ലയഹ്ന അലൈക്കും മാ അസ്ബഹ്തും ബിമാ അസ്ബഹൻ നാസു ഫീഹി. അവരോട് സംസാരിക്കാൻ സലാം പറഞ്ഞിട്ട്, ഇനി പിൽക്കാലഘട്ടത്തിൽ വരുന്ന ജനങ്ങളും നിങ്ങളെ പോലെ ആയി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം നിങ്ങളെ പോലെ ആയി തീരുന്ന ഒരു കാലഘട്ടം, ഒരു കാലം ഉണ്ടാകും, താമസിയാതെ ഉണ്ടാകും. നിങ്ങളെ പോലെ ഇതേപോലെ ആരുമില്ലാതെ ഏതെങ്കിലും ഒരു വനത്തിൽ, ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ, ഏതെങ്കിലും ഒരു പള്ളിയുടെ ചാരത്ത് അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ, അഖ്ബലത് ഫിതനുൻ. ഇനി നേരിടാൻ പോകുന്നത് സ്വഹാബാക്കളെ വലിയ വലിയ പരീക്ഷണങ്ങളാണ്. ഇത്ര നാളെ റസൂലുള്ളാഹി ഇരുന്നപ്പോൾ ഉണ്ടായ പരീക്ഷണം പോലെയല്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സലാമൊക്കെ പറഞ്ഞ് ഇവരുടെ മുന്നിൽ നിന്നിട്ട് ഇതെല്ലാം ഉപദേശിച്ചിട്ട് സ്വഹാബത്തിനെ നോക്കിയിട്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖ്ബലത് ഫിതനുൻ. ഫിത്നകൾ വരാൻ പോവാണ്, വലിയ പരീക്ഷണങ്ങൾ നേരിടാൻ പോവുകയാണ് നമ്മളെ. കഖിതഇൽ ലൈലിൽ മുളിം, കഖിതഇൽ ലൈലിൽ മുളിം. തുടർച്ചയായി പാതിരാത്രി, ആ പാതിരാത്രിയാകുമ്പോൾ എത്രത്തോളം ഭയങ്കരമായ ഇരുണ്ട തുരുത്തായിരിക്കും, ഇരുട്ടായിരിക്കും. അതേപോലെ ഇപ്പൊ സുബഹിയുടെ സമയം പോലെയല്ല, സന്ധ്യയുടെ സമയം പോലെയല്ല. യത്ബഉ ആഖിറുഹാ അവ്വലഹാ വൽ ആഖിറതു ശർറും മിനൽ ഊലാ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, പരീക്ഷണങ്ങൾ കടുക്കും, പരീക്ഷണങ്ങൾ കടുക്കും. ആദ്യത്തിനേക്കാൾ അവസാനത്തെ പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. 1 കഴിഞ്ഞാൽ 2 കടുക്കും, 2 കഴിഞ്ഞാൽ 3 അതിനേക്കാൾ കടുപ്പമായിരിക്കും, 3 കഴിഞ്ഞാൽ 4 അതിനേക്കാൾ കടുപ്പമായിരിക്കും. ഖഖിതഇൽ ലൈലിൽ മുളിം. സന്ധ്യാസമയം മഗ്രിബാകുമ്പോൾ 6 മണി, 8 മണിയാകുമ്പോൾ പഴയ പോലുള്ള ഒരു 10 മണിയുടെ പ്രതാപം, 12 മണിയാകുമ്പോൾ പാതിരാത്രിയുടെ പ്രതാപം നേരത്തെ. അപ്പൊ അങ്ങനത്തെ പാതിരാത്രി ഇങ്ങനെ കടുത്തതുപോലെ കടുപ്പമേറിയ പരീക്ഷണങ്ങൾ എൻ്റെ ഉമ്മത്തികൾ ഇനി പ്രതീക്ഷിച്ചോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഫാത്തിന് മുമ്പ് വലിയ പരീക്ഷണങ്ങൾ പ്രതീക്ഷിച്ചോളാൻ. ആര് പ്രതീക്ഷിക്കുന്നു? ആരും അടി കിട്ടും പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണിത്. വലിയ പരീക്ഷണങ്ങൾ ഇനി നേരിടാൻ പോവുകയാണ്.
ആദ്യത്തിനേക്കാൾ കടുപ്പമായിരിക്കും അടുത്തടുത്ത് തുടർച്ചയായിട്ട് വരാൻ പോകുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന്റെ മുന്നിൽ, ആ മരിച്ചു കിടക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ, ആ ഷഹീദ് ശുഹദാക്കളുടെ മുന്നിൽ, ആയിരക്കണക്കിന് സ്വഹാബാക്കളുടെ മുന്നിൽ അവിടെ കിടക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി, ജീവിച്ചിരിക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ വെറുതെ പറയുമോ സഹോദരങ്ങളെ? ഇനിയൊരു കാലഘട്ടം നമുക്ക് നേരിടാൻ പോകുന്നു. ആ കാലഘട്ടം പരീക്ഷണത്തിന്റെ കാലഘട്ടമായിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന സമയം ആ മഖ്ബറയിൽ വെച്ച് പറയണമെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതും റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ചതും എല്ലാം പരീക്ഷണങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊല പരീക്ഷണമായിരുന്നില്ലേ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊല പരീക്ഷണമായിരുന്നില്ലേ? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊല പരീക്ഷണമായിരുന്നില്ലേ? സഹാബാക്കൾ തമ്മിലടിച്ചു പരീക്ഷണമായിരുന്നില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ചെരി, മറ്റൊരു സഹാബാക്കൾ മറ്റൊരു ചെരി. സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം, മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ചത്. വഫാത്തിരിക്കുമ്പോഴായിരുന്നില്ല സഹാബാക്കൾ തമ്മിലടിച്ചത്. അന്ന് സഹാബാക്കൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ഉടൻ തന്നെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിരുന്ന ഒരു കാലഘട്ടം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി ഒരു കാലഘട്ടം വരും, ആ കാലം ഞാൻ വിട പറഞ്ഞു പോയാൽ അതിനുശേഷം വലിയ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. എല്ലാ മേഖലകളിലും സമസ്ത മണ്ഡലങ്ങളിലും പരീക്ഷണങ്ങളായിരിക്കും. മാതാപിതാക്കളും മക്കളും തമ്മിൽ പരീക്ഷണങ്ങളായിരിക്കും, മക്കളും മാതാപിതാക്കളും തമ്മിൽ പരീക്ഷണങ്ങളായിരിക്കും, പ്രജകളും അനുയായികളും ഭരണീയരും ഭരണാധികാരികളും ഭയങ്കരമായ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഓരോ മേഖലകളിലും പ്രശ്നങ്ങളായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇത് വെറുതെ പറഞ്ഞ വാക്കല്ലല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പരീക്ഷണങ്ങളൊക്കെ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ നടക്കുന്ന നമ്മുടെ നാട്ടിലത്തെ പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉമ്മത്തികളെല്ലാം ഈ ദീനിനെ ഇഷ്ടപ്പെടാതെ പിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം. സമ്പത്തിന്റെ അതിപ്രസരത്തിൽ നമ്മൾ ഒളിച്ചോടുമ്പോ, അതിന്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോ ഈമാനും ഇസ്ലാമും എന്തെന്ന് പോലും മനസ്സിലാക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉമ്മത്ത് ദുനിയാവിന്റെ സഹറത്ത് ദുനിയാവിന്റെ അലങ്കാരത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും വലിയ പരീക്ഷണം. അടുത്ത സമയത്ത് കാസർഗോഡ് ഒരു ഗാനമേളയിൽ 15 പേരോളം തിക്കലും തിരക്കലും പെട്ട് ഗുരുതരമായ അവസ്ഥയിൽ പെട്ടുപോയെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ? ഭൂരിപക്ഷം മുസ്ലിമീങ്ങളല്ലേ? ഈ പാട്ടിന്റെ മേഖലകളിൽ, ഈ ഗായകന്മാരുടെയും ഗാനമേളകളുടെയും മേഖലകളിലെല്ലാം മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ഭാര്യമാരും. അതാണ് സഹിക്കാൻ കഴിയാത്തത്. ഭാര്യയും ഭർത്താവും മക്കളെയും നിർത്തിയിട്ട് പാട്ട് പാടുന്നു. അത് കോവിലുകളിലുമാകാം, ചർച്ചുകളിലുമാകാം, പൊതുവേദികളിലുമാകാം. ഷിർക്കിന്റെ പാട്ടാകാം, നസ്രാനിയത്തിന്റെ പാട്ടാകാം, യഹൂദന്റെ പാട്ടാകാം. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു നാവ് കൊണ്ട് പോലും ഷിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നു പോകരുതെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പം ആ ഷിർക്കല്ല എനിക്ക് പ്രശ്നം, എനിക്കെൻ്റെ പ്രസ്റ്റീജാണ്, എനിക്കെൻ്റെ ഇസ്സത്ത് അഭിമാനമാണ്, എൻ്റെ മക്കളുടെയും കുടുംബത്തിൻ്റെയും പേരും പ്രശസ്തിയുമാണ് എനിക്ക് വലുത്, അതിനൊരു ഷിർക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരിമാരെയും മുസ്ലിം പെൺമക്കളെയും പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും വീട്ടിൽ ജോലിയെടുക്കേണ്ട ഭാര്യമാരെയും പൊതുനിരത്തിൽ കൊണ്ടുവന്ന് ക്ഷേത്രങ്ങളിലും നസ്രാണികളുടെ കേന്ദ്രങ്ങളിലും മറ്റു പൊതു മേഖലകളിലും പരസ്യമായി ആടിപ്പാടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സുഹൃത്തെ, അത് ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. ഈമാന്റെ പരീക്ഷണം. പരീക്ഷണം 4. 1 ഫിത്നത്തുൽ ഈമാൻ, 2 ഫിത്നത്തുൽ മാൽ, 3 ഫിത്നത്തുൽ ഇൽമ്, 4 ഫിത്നത്തുൽ മുൽക്ക്. ഈ 4 പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറയുന്നതാണ്. ഈ 4 പരീക്ഷണത്തിൽ പെട്ടുപോകാൻ പാടില്ല. 4 പരീക്ഷണങ്ങളിൽ നമ്മൾ 1 ഫിത്നത്തുൽ ഈമാൻ, ഏറ്റവും വലിയ പരീക്ഷണമാണ്. എനിക്ക് ശേഷം വരാൻ പോകുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഫിത്ന ഉണ്ടാവില്ല. ഈമാന്റെ പരീക്ഷണം അവിടെ വരുന്നില്ല. ഈമാൻ സ്വഹാബാക്കൾക്ക് പുതുക്കിക്കൊണ്ടിരിക്കലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഡ്യൂട്ടി, ജോലി. ഇപ്പൊ നമുക്ക് ഉപദേശിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്
ഉപദേശങ്ങൾക്ക് പുല്ലുവില. ഉപദേശങ്ങളൊന്നും വെറുതെ സമയം കളഞ്ഞ് ആ ടൈം വേസ്റ്റ് ആക്കുന്നതല്ലാതെ അത് ഖൽബിന്റെ ഉള്ളിലേക്ക് കയറാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദീനിന്റെ സദസ്സുകളും വാലിന്റെ സദസ്സുകളും ഇൽമിന്റെ മജ്ലിസുകളും തഅലീമിന്റെ സദസ്സുകളെല്ലാം ശുഷ്കിച്ചു പോയി. അതൊന്നും കേൾക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം. പാട്ടിനോടും മേളകളോടും കുംഭമേളകളോടും ഒക്കെ ആളുകൾക്ക് വലിയ ആവേശം, ആനന്ദം. ഇതിലെല്ലാം 50% ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. പറയൂ, ശരിയല്ലേ? യൂട്യൂബ് എടുത്ത് നോക്കി നിങ്ങൾ. പാട്ടുകളുടെ മേളകൾ കൊണ്ട് കയ്യടി വാങ്ങുന്നതെല്ലാം മുസ്ലിം ഉമ്മത്താണ്. നമ്മുടെ കുഞ്ഞുമക്കൾ, നല്ല നിലയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാവുന്ന പെൺമക്കൾ, ആ പെൺമക്കളെ കൊണ്ടുപോയി എല്ലാ പാട്ടുകളും, ഏത് കർണാടക സംഗീതം പോലും, പടച്ച റബ്ബേ, നമ്മുടെ വായിൽ പോലും വരാത്ത പല പല പാട്ടുകൾ പോലും ആ കുഞ്ഞുമക്കള് കാണാതെ ഈ ഉപ്പമാരും ഉമ്മമാരും ഈ മക്കളെ പഠിപ്പിച്ച് ശിർക്കിന്റെ കുഫറിന്റെ കോട്ടയിലേക്ക് ഇവർക്ക് ലൈസൻസ് കൊടുത്തു വിടുകയല്ലേ? ഈ വാപ്പാക്ക് അല്പമെങ്കിലും ഒരു ഖേദമുണ്ടോ? എന്റെ റസൂലുള്ള നാളെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലഅൻദുറു ഇലാ ഹൗലി. വഫാത്തിനോടടുത്ത ഈ പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ ഹൗല് കാണുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു നോക്കാൻ, വല്ലാഹി ലഅൻദുറു ഇലാ ഹൗലി. പള്ളിയിൽ ഉളവെടുക്കുന്ന ഹൗലല്ല ഇത്. എൻ്റെ ഹൗലിലേക്ക് വരുന്നവർക്ക് ഞാൻ വെള്ളം കോരി കൊടുക്കും. ഞാൻ അവർക്ക് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു വിഭാഗം മുസ്ലിമാണെന്നും പറഞ്ഞു ഓടി വരും. സുമ്മ യുഹാലു ബൈനി വബൈനഹും. അവർക്കിടയിൽ ഒരു തിരശീല വീഴും, അവരെ മറയ്ക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അവർ എൻ്റെ സമുദായമാണ്. അന മിൻഹും, ഞാൻ അവരുടെ നേതാവാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ഉടനെ മലക്കളെ വന്നിട്ട് പറയും, ഇല്ല, അവരും മുസ്ലിമിന്റെ പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിക ആശയ ആദർശങ്ങളെ വിറ്റ് പണമാക്കി ദുനിയാവിൽ ജീവിച്ച നെറികെട്ട വൃത്തികെട്ട വർഗമായിരുന്നു നബിയെ. അതുകൊണ്ട് അങ്ങയുടെ മുബാറക്കായ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ അവർക്ക് അവകാശമില്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുഹഖൻ 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 ലിമൻ ഗയ്യറ ബഅദി. 3 പ്രാവശ്യം പറഞ്ഞു, നാശിച്ചു പോട്ടെ, തകർന്നു പോട്ടെ, നാശമായി പോട്ടെ, ശാപമടയട്ടെ. എനിക്ക് ശേഷം എൻ്റെ ദീനിനെ മലീമസമാക്കി കളഞ്ഞവരാണ്, മലിനമാക്കിയവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞ ഓരോരോ വാക്കുകളെയും പ്രവൃത്തികളെയും നിങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞവരാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. റസൂലുള്ളാഹി തങ്ങൾ മെമ്പറിൽ ഇരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, വല്ലാഹി ലഅൻദുറു ഹൗലി, എൻ്റെ ഹൗൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. അന്ന് റസൂലുള്ളാഹി നേരിട്ട് കാണുകയാണ്. സമയമായി, ഹൗലിന്റെ താക്കോൽ റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുക്കാൻ പോവാണ്. അതിന്റെ ഉത്തരവാദിത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കാൻ പോവാണ്. ഫ്രീ ആയിട്ട് ഓടിപ്പോയി ചാപ്പാട് വിളമ്പുമ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് ചുമ്മാ ഫ്രീ ആയിട്ട് ചാപ്പാട് വാങ്ങുന്ന പോലെ ഓടി അങ്ങ് പോകാമെന്നുള്ള ധാരണ ആർക്കും വേണ്ട, എനിക്കും വേണ്ട, അങ്ങക്കും നിങ്ങൾക്കും വേണ്ട. ആർക്കും അല്ലാഹുവിന് അറിയാം. നമുക്ക് അല്ലാഹു നൽകട്ടെ. ദുആ മാത്രമേ ഉള്ളൂ, പ്രതീക്ഷ ഒന്നും വേണ്ട. ദുആ, ആമീൻ. ദുആ, ടാക്സ് ഇല്ല, GST ഇല്ല, SGST ഇല്ല, ഒന്നുമില്ല. ദുആരക്കും ആമീൻ പറയാം. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ പോയി. ആരുമില്ല അവിടെ വരാൻ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല ശഫാഅത്ത് ചെയ്യാൻ. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് ആ തിര വീണുപോയാൽ ആ തിരശീലയുടെ അപ്പുറത്ത് നിന്ന് നമ്മൾ നിൽക്കപ്പെടേണ്ടി വന്നാൽ ഔദു ബില്ലാഹ്, അല്ലാഹ് നീ കാക്കണേ റബ്ബേ, വല്ലാഹി സത്യം, പിന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളും ഇല്ല സുഹൃത്തെ. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ആരെ പിടിക്കും? അപ്പോഴാണ് അറിയുന്നത്, പടച്ചവനെ, ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഈ മൊയ്ലിയാന്മാരൊക്കെ കടന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മൾ അവരെ കളിയാക്കി കമന്റ് ഇട്ടിട്ട് ഇടങ്ങാറാക്കി. ഇപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം, എൻ്റെ ഹഖീഖത്ത് മനസ്സിലാവുന്നത്. അല്ലാഹ് എന്ന് അപ്പോൾ ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. യതദക്കറുൽ ഇൻസാൻ അന്നാ ലഹു ദിക്റ. യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ ചോദ്യം, അന്നാ ലഹു ദിക്റ, ഇപ്പൊ ചിന്തിച്ചിട്ട് എന്താടാ കാര്യം? ചോദ്യം അതാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ. നരകത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞു വിടുമ്പോ ആ നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ ഔദു ബില്ലാഹ്, പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവൻ ചിന്തിക്കും, പടച്ചവനെ ഇത് വേണ്ടായിരുന്നല്ലോ അല്ലാഹ്. ദുനിയാവിൽ ഞങ്ങൾക്ക് അല്പസമയം തന്നെ മടക്കിയിരുന്നെങ്കിൽ നബി തങ്ങളുടെ ഓരോ ചുവടുകളെയും ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാം. അന്നാല കുതിക്കറ, ഇപ്പൊ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മോനെ, പോ അങ്ങോട്ട് പോ. ഇപ്പൊ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്രസംഗിക്കുന്നതെല്ലാം വെറുതെയാണെന്ന് നമുക്കറിയാം.
പക്ഷേ അതുകൊണ്ടാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിക്കോളൂ. സാധാരണക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. നമുക്ക് വളരെ ഖേദമാണ്, വളരെ പ്രയാസമാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം ഫിത്തനകൾ ഉണ്ടാകുമ്പോൾ ഈ ദുനിയാവിൽ ദീനിന്റെ നാടുകളിൽ, ദീനിന്റെ സ്ഥലങ്ങളിലെല്ലാം ഫിത്തനകളും ഫസാദുകളും കൊണ്ട് നിറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവർക്ക് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവരുടെ കൽബ് ഉരുകി 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 ഉപ്പ് വെള്ളത്തിലിട്ടാൽ ഉരുകുന്നത് പോലെ അവരുടെ ഹൃദയങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുകയല്ലാതെ അവർക്ക് ഖമ എന്നൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത ഒരു കാലം വരും. അത് ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും സഹാബ. ശരിയല്ലേ? ശരിയല്ലേ? പരിശുദ്ധമായ മക്ക മദീന നിൽക്കുന്ന മണ്ണുകളിലെല്ലാം നടക്കുന്നത് എന്താ? ഇപ്പൊ നഊദു ബില്ലാഹ്, കണ്ടാല് കൽബ് പൊട്ടും, ഹൃദയം പൊട്ടിപ്പോകും, തകർന്നു പോകും. ഇസ്ലാമിക പാരമ്പര്യവും ഇസ്ലാമിക സംസ്കാരവും ഉണ്ടായിരുന്ന മണ്ണുകളിൽ അനിസ്ലാമികമായ സംസ്കാരങ്ങൾ കടന്നുകൂടുകയും നഊദു ബില്ലാഹ് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നിൽക്കുമ്പോൾ മദീന പള്ളിയുടെ പരിസരത്ത് നിക്കറിട്ട് നസ്രാണി വർഗങ്ങൾ കയറി കയറുന്ന ഒരു രംഗം കാണുമ്പോ പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആ കിടക്കുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, യദൂബു ഖൽബുൽ മുഅ്മിൻ, ആ മുഅ്മിന്റെ ഹൃദയം അലിയുകയാണ് വേദന കൊണ്ട്. സഹിക്കാൻ കഴിയുന്നില്ല ഇത് കാണാൻ. ഇത് കാണാൻ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത സ്ഥലം ഇങ്ങോട്ട് വരാൻ നിങ്ങൾ അങ്ങോട്ട് വരരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിലക്കിയിട്ട് ആ പരിസരത്തെ ഔറത്ത് പോലും തുറന്നിടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ എത്രത്തോളം എന്ന് വെച്ചാൽ അറബികൾക്കിടയിൽ ബർമൂടയിട്ട് ഇമാമ് നിൽക്കുകയും അതിന്റെ മുന്നിൽ ഖമീസ് ധരിച്ച് നിൽക്കുന്ന അറബികളെയും കാണുമ്പോ എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഞാൻ കണ്ട സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അന്ന് കൽബ് പൊട്ടി മരിക്കുമായിരുന്നത് കണ്ടാല്. ഒരു ഇമാം എന്ന് പറയുമ്പോൾ ആ ഇമാമിന്റെ ക്വാളിറ്റികളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോ ഒരു ചർച്ചയല്ല. പാശ്ചാത്യന്മാരെ പോലെ എന്റെ സമുദായം അതപ്പതിക്കും എത്രത്തോളം? ഇഞ്ചോട് ഇഞ്ച് ചാണോടിച്ചാൻ എന്റെ സമുദായം പാശ്ചാത്യന്മാരെ പിൻപറ്റാതെ ലോകമസ്തമിക്കുള്ള സഹാബ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ആ മണ്ണിൽ പോയാൽ നിങ്ങളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാം. പാശ്ചാത്യന്മാരുടെ ബർമുട ഇട്ടിട്ട് പള്ളിയിൽ കയറി നമസ്കരിക്കുന്നു. മുട്ടിന് മുകളിൽ ആ ബർമുട പൊങ്ങി നിൽക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടെങ്കിൽ അള്ളാഹ് റസൂലിന്റെ ഹദീസിലേക്കാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. നബിയേ, അങ്ങ് പറഞ്ഞത് ഇവിടെ യാഥാർത്ഥ്യമായി. പ്രതീക്ഷിച്ചോളി എപ്പോഴാ മോളി നിടിഞ്ഞു വീഴാൻ പോണെന്നുള്ളത്. നഊദു ബില്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി. ശുരിബത്തുൽ ഖുമൂർ, മദ്യം വിളമ്പപ്പെടുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞെങ്കിൽ നഊദു ബില്ലാഹ് പറയാം, നമ്മുടെ കൽബ് അനുവദിക്കുന്നില്ല, പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഞ്ചാവിന്റെ അഡിക്റ്റായി നമ്മുടെ മക്കൾ മുഴുവനും കഞ്ചാവ് കച്ചവടത്തിന്റെ പിന്നാലെ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പല പേരിലും അത് അറിയപ്പെടും, ചോക്ലേറ്റ് മോഡലിൽ വരെ അത് എത്തുമെന്ന് ഒരു കാലഘട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന്റെ അടുത്ത സമയത്തെല്ലാം പറഞ്ഞപ്പോ നമുക്കതെല്ലാം ഒരു പുച്ഛമായി തോന്നിയെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ നമ്മളെല്ലാം ആ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് അല്പമെങ്കിലും ബോധമുള്ളവനെ മനസ്സിലാവൂലേ? വലിയ കാര്യം. ചിന്തിച്ചു നോക്കി. എല്ലാത്തിലും നമ്മുടെ കൗമാണ്, നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സംസ്കരിച്ചെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മളെ സംസ്കരിക്കാനാണ്. സംസ്കാര ശൂന്യരായ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് റസൂലുള്ളാഹി തങ്ങളെ ഇറക്കി വിട്ടത്. ഇന്നി ബുഇസ്തു മകാരിമൽ അഖ്ലാഖ്, സദ്ഗുണ സമ്പന്നനായിട്ട് എന്നെ എൻ്റെ അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചെങ്കിൽ എന്താണ് സംസ്കാരമെന്നും സ്വഭാവമെന്നും പഠിപ്പിക്കാനും ഞാൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഞാനത് പ്രവർത്തിച്ച് കാണിച്ച് തരിക കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. പക്ഷെ നമ്മളെല്ലാം ഇന്ന് അതിന് വിപരീതമായിട്ടല്ലേ ഈ ഉമ്മത്ത് ചെയ്യുന്നത് മൊത്തം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കൊടും ഇരുട്ടുപോലെ വലിയ വലിയ പരീക്ഷണങ്ങളെ നേരിടാൻ എൻ്റെ സ്വഹാബത്തെ നിങ്ങൾ തയ്യാറായിരുന്നു കൊള്ളുക. വലിയ പരീക്ഷണങ്ങൾ എനിക്ക് ശേഷം വരാൻ പോവുകയാണ്. വലിയ ഒരു പ്രഭാഷണം ആ മയ്യത്തുകളെ സാക്ഷ്യപ്പെടുത്തി
ആ മഖ്ബറകളിൽ കിടക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി, ജീവിച്ചിരിക്കുന്ന അടുത്ത് നിൽക്കുന്ന സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ബശറഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു. ആ വഫാത്തായി കിടക്കുന്നവർക്ക് ഖായിലൻ പറഞ്ഞു, ഇന്നാ ബിക്കും ലലാഹിഖൂൻ, ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തെത്തും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാ, ഉടനെ വരും ഞാൻ കേട്ടോ. അങ്ങോട്ട് പറയാൻ നമ്മുടെ വാപ്പാടെ ഉമ്മാടെ ഖബറിന്റെ അരികിലേക്ക് പോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഖബർ വൃത്തിയാക്കിയിട്ടിട്ട് കാര്യമില്ല. വാപ്പാ അസ്സലാമു അലൈക യാ ബി ഇൻഷാ അല്ലാഹു അന്നി ബിക്കും ലാഹിഖൂൻ, ഞാൻ വാപ്പാടെ കൂടെ ഉടനെ വരും. ഇത് നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചുലക്കാൻ പഠിപ്പിച്ചരികയാണ്. മയ്യത്തിന് കുഴിയെടുത്ത് കൊണ്ടുപോയി ഖബറടക്കി ഇതല്ല. നാളെ ആ ഖബറിന്റെ അരികിൽ പോയിരുന്നിട്ട്, അല്ലെങ്കിൽ ആ ഖബറിസ്ഥാൻ കാണുമ്പോൾ, ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോഴും കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും പള്ളിയുടെ ഖബറിസ്ഥാൻ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അല്ലാഹു നിങ്ങൾക്ക് ശാന്തി സമാധാനം തരട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ഉടൻ നിങ്ങളോടൊപ്പം എത്തും. ഇന്ന് ഞാൻ നാളെ നീ, ക്രിസ്ത്യാനികളുടെ സന്തൂക്ക് എഴുതി വെച്ചിട്ടില്ലേ എന്നപോലെ, ഇന്ന് ഞാൻ നാളെ നീ. ഇത് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനോടടുത്ത് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ മഖ്ബറയുടെ മുന്നിൽ പോയി നിന്ന് സഹാബാക്കൾക്ക് സലാം ചൊല്ലുമ്പോൾ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നടത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വബശറഹും എന്നാ പറഞ്ഞത്, അവർക്ക് സന്തോഷ വാർത്ത. ആർക്ക്? റസൂലുള്ളാഹിക്ക് മുമ്പ് പോയവർക്ക്. ഞങ്ങളുടെ നബി ഞങ്ങളിലേക്ക് വരും, സന്തോഷ വാർത്ത. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവുന്ന സമയത്ത് മോള് ഫാത്തിമ കരഞ്ഞപ്പോ, ഭയങ്കരമായ നിലയിൽ കരഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു, മോളെ വാ, നീ എന്തിനാ കരയുന്നത്? ചെവിയിൽ ഒരു കിന്നാരം പറഞ്ഞു കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സിർ, ആ രഹസ്യം കേട്ടപ്പോ പൊന്നുമോള് ഫാത്തിമ, കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ പെട്ടെന്ന് ചിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ചോദിച്ചു, അല്ല ഫാത്തിമ, നീ കരഞ്ഞ് കരഞ്ഞ് നിറ കണ്ണുകളോടുകൂടി നിന്റെ ഉപ്പാന്റെ അരികിൽ ഇരുന്നപ്പോ നിന്നെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്തോ ഒരു കിന്നാരം പറഞ്ഞ് നീ പെട്ടെന്ന് ചിരിച്ചല്ലോ ആയിഷ. അത് എൻ്റെ ഒപ്പ പറഞ്ഞു, എനിക്ക് ശേഷം തൊട്ടടുത്ത് നീ തന്നെ വരുമെന്ന്. എനിക്ക് വലിയ സന്തോഷമായി. ഇത്ര വലിയ സന്തോഷ. ഒരാൾ മരിച്ചുപോയി, വാപ്പ മോൻ ഉടനെ വരികയാണ്. നമ്മൾ വെച്ച് അത്ത അമ്മ അക്ക മരിച്ച് തീർന്ന്, അതാ അവിടെ ഒന്നുമില്ല. കുഴിവെട്ട് ബഷീർ എല്ലാം പറക്കിയെടുക്കുമ്പോൾ എല്ലാം മൂട്ടുകൊടുത്ത് അവിടെ വെക്കുന്നതെന്നല്ലാതെ അവിടെ വാപ്പായും കാണാനില്ല, ഉമ്മായും കാണാനില്ല, കെട്ടിയോളെയും കാണാനില്ല, കെട്ടിയോനെയും കാണാനില്ല, അളിയനെയും കാണാനില്ല, മച്ചമ്പിയും കാണാനില്ല. കുറെ എല്ലാം എടുത്ത് ഇപ്പുറത്തെ വിടും, കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് വിടും, അവിടെ പുതിയത് വെക്കും. 10 വർഷം കഴിയുമ്പോൾ അത് എടുത്ത് ഇങ്ങോട്ട് വെക്കും, അവിടെ ഒന്നും കാണാനില്ല. സ്വാഭാവികം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മോളെ നീ കരയരുത്, എനിക്ക് ശേഷം ഉടനെ നീ തന്നെ വരും എന്നോടൊപ്പം, ഉപ്പയോടൊപ്പം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ നേരത്തെ പോകുന്ന ചിലപ്പോൾ ഉപ്പയായിരിക്കും, പിന്നീട് പോകുന്നത് മക്കളായിരിക്കും. അവർ സ്വാലിഹ്യങ്ങളാണ്, നല്ലവരാണെങ്കിൽ അവരുടെ റൂഹുകൾ തമ്മിൽ ഖബർ മുതൽ മഹ്ശർ വരെ അവർ സംഗമിക്കും. വഹും യതസാവറൂന ഫിൽ ഖുബൂർ, അവർ ഖബറുകളിൽ സംഗമിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെയാ? റസൂൽ തങ്ങൾ പറഞ്ഞല്ലേ ഇതൊക്കെ. ആർക്കെങ്കിലും അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാതിരുന്ന ഈമാൻ നഷ്ടപ്പെടുന്ന മക്കല്ലേ. സഹാബാക്കൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അങ്ങനെയൊക്കെ നമ്മുടെ മരിച്ചുപോയ മുൻഗാമികളെ പിന്നീട് കാണാൻ പറ്റുമോ നബിയെ? അവരെ കണ്ടുമുട്ടാൻ പറ്റുമോ? സന്ധിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പം നഅം, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ ഷഫീഅ റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അപ്പൊ ഫിത്നകൾ ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞത് തുടങ്ങിക്കഴിഞ്ഞു. ഫിത്നകളൊക്കെ ഈ കാണുന്നതും ഈ NRCയും ഇത് SIR ഇതെല്ലാം ഫിത്നകളിൽ പെട്ടതാണ്. റസൂൽ തങ്ങളുടെ ഫിത്നയിൽ പെട്ടതാണ്. 4 ഫിത്നകളാണ് മെയിൻ ആയിട്ട് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിനാണ് സൂറത്തുൽ കഹ്ഫിലെ 4 സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നു നബി തങ്ങൾ. ഒന്ന് ഫിത്നത്തുൽ ഈമാൻ, ഈമാന്റെ പ്രശ്നം, ഈമാന്റെ ഫിത്ന, സൂറത്തുൽ കഹ്ഫ്. അതിനാണ് ഓതാൻ പറഞ്ഞത്. കഹ്ഫ് എന്താന്ന് പോലും നമുക്കറിയില്ല. 2 ഫിത്നത്തുൽ മാൽ, സാമ്പത്തികമായ പ്രശ്നം. 3 ഫിത്നത്തുൽ ഇൽമ്, ഇൽമ് അറിവ്. ഞാനാണ്, എന്നെക്കാളും വലിയ അറിവ് ആരടാ? ഞാൻ വലിയ ആലിമല്ലേ, എന്നോട് ചോദിക്കാൻ നീ എന്തിനു ചെയ്തത്? അതൊരു വലിയ ഫിത്ന. ആ ഇൽമ്, അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നത്. 2 ഫിത്നത്തുൽ മുൽക്ക്, അധികാരം. ഈ 4 എണ്ണത്തെ കുറിച്ച് വിശാലമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കും, മനസ്സിലാക്കി, ചിന്തിക്കും. വേറൊന്നും പറയാൻ, ആരെയും ദേഷ്യപ്പെടുത്താനോ കുറ്റം പറയുകയൊന്നുമല്ല.
നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. റസൂൽ തങ്ങളുടെ വഫാത്ത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ട് മയ്യത്ത് മരിപ്പിച്ച് മയ്യത്തടക്കാലല്ല ജോലി. റസൂലുള്ള തങ്ങളുടെ വഫാത്തിന് മുമ്പ് നടന്ന സംഭവങ്ങൾ. പ്രസംഗം ഇവിടെ തീർന്നു റസൂലുള്ളാന്റെ. ഇനി ബിദായത്തുൽ മർള്, രോഗത്തിന്റെ തുടക്കം. അടുത്ത റസൂലുള്ള തങ്ങൾക്ക് ഇനി അടുത്ത രോഗം തുടങ്ങാൻ പോവുകയാണ്. വഫാത്തിന് മുമ്പുള്ള സംഭവമാണ്. ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, തീരൂല. പെട്ടെന്ന് 1-2 ആഴ്ച കൊണ്ട് തീർത്തിട്ട് അടുത്ത വിഷയത്തിലേക്ക് കയറണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ജുമാക്ക് ശേഷം ഖബറടക്കം ചെയ്യുന്ന അഹമ്മദ് കണ്ണ് സാഹിബിനെ ദുആ ചെയ്യാൻ അള്ളാഹു ആ മയ്യത്തിന് പരിപൂർണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ